ശിക്ഷ എന്ന കഥയുടെ തുടർഭാഗം. രേണുകയുടെയും രാമേന്ദ്രൻ്റെയും ജീവിതത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടി വരുന്നതറിഞ്ഞതോടെ സന്തോഷം അലതല്ലി അവരുടെ ജീവിതത്തിൽ. രാമേന്ദ്രൻ രേണുകയെക്കൊണ്ട് ഒരു ചെറിയ ജോലി പോലും ചെയ്യിക്കില്ല. അത്രയ്ക്ക് കരുതലും സ്നേഹവുമായിരുന്നു രേണുകയോട്. രാമേന്ദ്രൻ രേണുകയോട് ഒരു ദിവസം പറഞ്ഞു, 7 മാസം ജോലി ചെയ്താൽ മതി, അതിനുശേഷം നാട്ടിലേക്ക് പോകാം. ഡെലിവറി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചാൽ മതി. അത്രയ്ക്കൊക്കെ അവധി കിട്ടുമോ ഇവിടെ? അത് സാരമില്ല, തിരികെ വരുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ തനിക്ക് ജോലിക്ക് കയറാൻ സാധിക്കും, അതോർത്ത് പേടിക്കണ്ട. ഇവിടെ നേഴ്സുമാർക്ക് ജോലി സാധ്യതയുണ്ട്. തൻ്റെ ശമ്പളം കൊണ്ട് വേണോ നമുക്ക് ജീവിക്കാൻ? തൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് തന്നെ ജോലിക്ക് വിടുന്നത്. അതില്ലെങ്കിലും തൻ്റെ അമ്മയ്ക്കും അച്ഛനും പണം അയക്കാനും എനിക്ക് സാധിക്കും. അത് രേണുകയ്ക്ക് അറിയാമായിരുന്നു. രാമേന്ദ്രൻ നല്ല ജോലിയായിരുന്നു. ഒരുപാട് കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു രാമേന്ദ്രന്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പുതിയൊരു താമസ സൗകര്യം നോക്കണം. എപ്പോഴും കുഞ്ഞിനെക്കുറിച്ചുള്ള സംസാരമായിരുന്നു രാമേന്ദ്രന്. 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ രേണുകയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടതിന് ശേഷമേ രാമേന്ദ്രൻ ജോലിക്ക് പോവുകയുള്ളൂ. വൈകിട്ട് കൊണ്ടുപോകാൻ കൃത്യമായിട്ടും രാമേന്ദ്രൻ എത്തും. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. അന്ന് രാമേന്ദ്രൻ വന്നില്ല. പകരം രാമേന്ദ്രൻ്റെ സുഹൃത്തും ഭാര്യയുമാണ് വന്നത്. അവരെ കണ്ടപ്പോൾ രേണുക ചോദിച്ചു, എവിടെ അദ്ദേഹം? ഇന്ന് ഓവർ ടൈമാണ്. എന്തായാലും ഞങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, ഞങ്ങൾ വീട്ടിലാക്കാം എന്ന് പറഞ്ഞു. രേണുക അവരോടൊപ്പം കാറിൽ കയറിയെങ്കിലും എന്തോ ഒരു വല്ലായ്മ തോന്നി. കാറിൽ നിന്ന് ഇറങ്ങി റൂമിൽ കയറി അവർ കൂടെ വന്നു. സുഹൃത്തിൻ്റെ ഭാര്യയെ അവിടെ ഇരുത്തിയിട്ട് സുഹൃത്ത് പോയി. എത്ര താമസിച്ചാലും ഫോൺ ചെയ്ത് പറയും, ഇതിനോടകം ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആശങ്ക ഉള്ളിലെടുത്ത് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്ലാറ്റുകളിൽ നിന്ന് പലരും വരുന്നു. എന്തൊക്കെയോ പിറുപിറുക്കുന്നു. രേണയ്ക്ക് ഒന്നും മനസ്സിലായില്ല. രാത്രി വൈകിക്കൊണ്ടേയിരുന്നു. ഒരനക്കവുമില്ല. അവസാനം രേണയ്ക്ക് മനസ്സിലായി, രാമേന്ദ്രൻ എന്തോ സംഭവിച്ചിരിക്കുന്നു. രേണുക ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് സുഹൃത്തായ വഹാബിൻ്റെ ഭാര്യയുടെ അടുത്തെത്തി. അവരുടെ മുഖത്തേക്ക് നോക്കി സീനത്ത് രേണുക വിളിച്ചു, രാമേന്ദ്രന് എന്ത് സംഭവിച്ചു? മറക്കണ്ട, എന്നോട് പറയൂ. അവർ വേദനയോടെ അവളെ നോക്കി. രേണുക അവർ പൂർത്തിയാക്കും മുമ്പ് പൊട്ടിക്കരഞ്ഞു രേണുക. അവളെല്ലാം മനസ്സിലാക്കിയതുപോലെ അവർ അവളെ ചേർത്ത് പിടിച്ചു നിർത്തി പറഞ്ഞു, എല്ലാം ദൈവനിശ്ചയമാണ്, നമുക്കൊന്നും തടുക്കാൻ പറ്റില്ലല്ലോ. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. വൈകിട്ട് നേരത്തെ രാമു ഇറങ്ങി. തന്നെ വിളിക്കാനായി വഴിയിൽ വെച്ചൊരു ട്രക്ക് കാറുമായി കൂട്ടിയിടിച്ചു. സ്ഥലത്ത് വെച്ച് തന്നെ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ്. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അവർ പറയുന്ന ഒന്നും രേണുക കേൾക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞു. ഒരു ഉത്സവം കഴിഞ്ഞ് കൊടി ഇറങ്ങിയതുപോലെയായി രേണുകയുടെ ജീവിതം. ഒരു മരവിപ്പ് പോലെ അല്ലാതെ ഒന്നും തോന്നിയില്ല. പിറ്റേന്ന് നാട്ടിലേക്ക് രാമേന്ദ്രനെയും കൊണ്ട് അവൾ വിമാനത്തിലിരുന്നോർത്തു. ഇങ്ങോട്ട് വന്ന രാമേന്ദ്രൻ ചിരിച്ച് ഉല്ലസിച്ച് തമാശകൾ പറഞ്ഞ് ഒരുപാട് സ്നേഹവും സന്തോഷവും വാരി നിറച്ച ഒരു ജീവിതം തനിക്ക് സമ്മാനിച്ച് അവസാനം ഒരു യാത്ര പോലും പറയാതെ പോയി. തിരിച്ച് രാമേന്ദ്രനെയും കൊണ്ട് മരവിച്ച മനസ്സുമായി ചിരിയും കളിയുമില്ലാത്ത താൻ നാട്ടിലേക്ക്. തൻ്റെ ജീവിതം ഇരുളടഞ്ഞിരിക്കുന്നു. അടുത്ത ഭാഗവുമായി